ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് ടി വി ബോക്സിൻ്റെ റിവ്യൂ ആണ്. H96 മിനി എന്നാണ് ഇതിൻ്റെ പേര്. ആൻഡ്രോയിഡ് ടി വി ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ടി വി ഒരു സ്മാർട്ട് ടി വി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ്. അത് നമ്മുടെ സാധാരണ LCD LED ടി വികളിലൊക്കെ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം ഇതുപോലുള്ള ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലുള്ള വീഡിയോസൊക്കെ നമുക്ക് പ്ലേ ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. എന്തുകൊണ്ട് ഇതുവരെ റിവ്യൂ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, മുമ്പ് നമ്മൾ ആമസോൺ ഫയർ സ്റ്റിക്കിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആമസോൺ ഫയർ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുള്ള പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ നമ്മൾ അപ്പം തന്നെ ഇട്ടത്. പക്ഷേ ആൻഡ്രോയിഡ് ടി വി ബോക്സ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് കുറച്ച് കാലം യൂസ് ചെയ്തിട്ട് അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2 മാസമായിട്ട് ആമസോൺ ഫയർ സ്റ്റിക്ക് മാറ്റിയിട്ട് ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ റിവ്യൂലോട്ട് കിടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബോക്സിൽ വരുന്ന ഐറ്റംസ് ഇതൊക്കെയാണ്. ഒരു പവർ അഡാപ്റ്റർ വരുന്നുണ്ട്, പിന്നെ ഒരു HDMI കേബിൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു റിമോട്ട് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ടി വി ബോക്സും. ഇതിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ക്വാഡ് കോർ പ്രൊസസ്സറുമായിട്ടാണ് ഇത് വരുന്നത്. കോർട്ടെക്സ് A53യുടെ 4 കോറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മാലി T720യുടെ GPU കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 9 സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് 4 GB റാം ലഭിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് 128 GB ഇൻറ്റേർണൽ ലഭിക്കുന്നുണ്ട്. പിന്നെ കമ്പനി അവകാശപ്പെടുന്ന കാര്യം 6K റെസൊല്യൂഷനിലുള്ള വീഡിയോസ് നമുക്ക് ഇതിൽ പ്ലേ ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ H265 ഫോർമാറ്റിലുള്ള വീഡിയോസ് നമുക്ക് പ്ലേ ചെയ്യാം. യൂട്യൂബ് വീഡിയോസൊക്കെ നമുക്ക് 4K റെസൊല്യൂഷനിൽ തന്നെ കാണാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ പറ്റി പറയുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ജസ്റ്റ് ബ്രാൻഡിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ സൈഡിൽ 2 USB പോർട്ടാണ് വരുന്നത്. ഒന്ന് നോർമൽ ടൈപ്പും ഒന്ന് USB 3.0യും. പിന്നെ ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു AV പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എതർനെറ്റ് കേബിൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എതർനെറ്റ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്സ് നമ്മുടെ TV ആയിട്ട് കണക്ട് ചെയ്യാൻ ഒരു HDMI പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്നുമില്ല. അധികം ഹീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് പുറത്തു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഹോൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കാര്യമായിട്ടൊന്നും വരുന്നില്ല. പിന്നെ ബാക്കിലും കുറച്ച് ഹോൾസ് വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ കുറച്ച് സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആൻഡ്രോയിഡ് ടി വി ബോക്സ് നമ്മുടെ ടി വിയിലോട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബോക്സിൽ കൊടുത്തിട്ടുള്ള HDMI കേബിൾ ഈ ഒരു HDMI പോർട്ടിലോട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് HDMI കേബിളിൻ്റെ മറ്റേ എൻഡ് TVയുടെ HDMI പോർട്ടിലോട്ട് കണക്ട് ചെയ്യുക. പിന്നെ പവർ അഡാപ്റ്റർ ഈ ഒരു പോർട്ടിലോട്ട് കണക്ട് ചെയ്തിട്ട് പ്ലഗ് ചെയ്യുക. TV ഓൺ ചെയ്യുമ്പം ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ആൻഡ്രോയിഡ് ടി വി ബോക്സ് ഞാൻ ആദ്യമായിട്ട് കണക്ട് ചെയ്ത ടൈമിലും ഇതേ ഒരു ഇൻ്റർഫേസിലോട്ടായിരുന്നു ഡയറക്റ്റ് വന്നിരുന്നത്. സെറ്റപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വിലയെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ പ്രോഡക്റ്റ് കിട്ടുമ്പം വില ഏകദേശം ഒരു 3000 രൂപയായിരുന്നു. പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ നോക്കിയപ്പം ഇതിൻ്റെ പ്രൈസ് ഏകദേശം 3500 ആയിരുന്നു. ഇപ്പോൾ അടുത്ത് നോക്കിയപ്പോൾ 2900 ആയിരുന്നു. അങ്ങനെ മാറി കളിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു കൂപ്പൺ കോഡും കൂടി കൊടുക്കുന്നുണ്ട്. അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഓഫ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് യൂസ് ചെയ്താലും മതി. പിന്നെ Banggood.com എന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. Banggood.com എന്നുള്ളത് ആമസോണും ഫ്ലിപ്കാർട്ടും പോലെ വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൈറ്റ് തന്നെയാണ്. പിന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയ സമയത്ത് ആൻഡ്രോയിഡ് ടി വി ബോക്സിൻ്റെ 4 GB റാം വെർഷൻ്റെ വില ഏകദേശം 5000-6000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഇത് കുറച്ചും കൂടി ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിലോട്ട് വരികയാണെങ്കിൽ ഇതിലെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇതിൽ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. മുമ്പ് ഞാൻ ആമസോൺ ഫയർ സ്റ്റിക്ക് യൂസ് ചെയ്തിരുന്നു. അതിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ സപ്പോർട്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൽ പ്ലേ സ്റ്റോറിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പല ആപ്ലിക്കേഷൻസും ഇതിൽ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കില്ല. കാരണം ആപ്പ് ഡെവലപ്പേഴ്സ് അധികം ടി വിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇത് ആൻഡ്രോയിഡ് ടി വി ബോക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആവും ഇതിൽ കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഫസ്റ്റ് പേജിൽ തന്നെ യൂട്യൂബ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആൻഡ്രോയിഡ് ടി വി ബോക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ യൂട്യൂബാണ്. യൂട്യൂബ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇതിൽ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വീട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്നത് 10 GB/s സ്പീഡിലുള്ള ബ്രോഡ്ബാൻഡ് കണക്ഷനാണ്. ആ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ യൂസ് ചെയ്തിട്ട് ഫുൾ HD റെസൊല്യൂഷനിൽ യൂട്യൂബ് വല്ലാതെ ബഫറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടയ്ക്ക്, അതായത് ഒരു 5-6 ദിവസം കൂടുമ്പം ഒരിക്കലൊക്കെ യൂട്യൂബ് ചെറിയൊരു സ്റ്റെക്ക് പോലെ തോന്നാറുണ്ട്. വലിയൊരു സ്റ്റെക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ ഒരു വീഡിയോ ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി പ്ലേ ചെയ്താൽ ആ സ്റ്റെക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആമസോൺ ഫയർ സ്റ്റിക്ക് യൂസ് ചെയ്തപ്പം ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ആമസോൺ ഫയർ സ്റ്റിക്കിൽ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമൊക്കെ ഇതിൽ ഡിഫോൾട്ടായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ 2 ആപ്ലിക്കേഷൻസും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇതിൽ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കാണാവുന്നതാണ്. പിന്നെ പറയേണ്ട മറ്റൊരു ആപ്ലിക്കേഷനാണ് ജിയോ സിനിമ. ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിൽ ഡിഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടല്ല വരുന്നത്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം.
പിന്നെ ജിയോ സിനിമാസ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഒരു ജിയോ നമ്പർ ഇതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഒപ്റ്റിമൈസേഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ആമസോൺ ഫയർ സ്റ്റിക്കിൻ്റെ റിവ്യൂ ചെയ്ത ടൈമിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇടയ്ക്ക് ബഫറിംഗ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത്. ഇതിലും ബഫറിംഗ് വരുന്നുണ്ട്, പക്ഷേ ആമസോൺ ഫയർ സ്റ്റിക്കിൻ്റെ അത്ര ബഫറിംഗ് വരുന്നില്ല. ഇതിൽ നമുക്ക് എന്നാലും സിനിമാസൊക്കെ വലിയ കുഴപ്പമില്ലാതെ കാണാൻ കഴിയുന്നതായിരിക്കും. റിമോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പവർ ബട്ടൺ, ഹോം ബട്ടൺ, സ്ക്രോൾ ചെയ്യാനുള്ള ബട്ടൺസ്, പിന്നെ ഓക്കെ ബട്ടൺ, ബാക്ക് ബട്ടൺ, അതുപോലെ നമ്മുടെ വോളിയം ബട്ടൺസ് ഒക്കെയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു മൗസ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടണും കൂടി വരുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ പോലെ ഒരു മൗസ് കർസർ വരും. ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൗസ് കർസർ പോവും. പിന്നെ ആമസോൺ ഫയർ സ്റ്റിക്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ലഭിക്കുന്നില്ല. പക്ഷേ അതിന് പകരം കൊടുത്തിരിക്കുന്നത് ഒരു വോയിസ് കമാൻഡിനുള്ള ഒരു ബട്ടനാണ്. ഇത് രണ്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൗസ് കർസറിൻ്റെ ബട്ടനാണ് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഈ വോയിസ് കമാൻഡിൻ്റെ ബട്ടണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്തോളണമെന്നില്ല, അതുപോലെ തന്നെ എല്ലാ ആപ്ലിക്കേഷനിലും അത് വർക്ക് ചെയ്യുന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പല ആപ്ലിക്കേഷൻസും നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും, പക്ഷേ എല്ലാ ആപ്ലിക്കേഷൻസും നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആവില്ല എന്നുള്ള കാര്യം. അതിനൊരു എക്സാമ്പിളാണ് ഫ്ലിപ്കാർട്ട്. ഇപ്പോൾ നമുക്കറിയാം ഫ്ലിപ്കാർട്ടിൽ നമുക്ക് വീഡിയോസ് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്താൽ നമ്മുടെ മൊബൈലിലെ പോലെ നമുക്ക് ഫാസ്റ്റായിട്ട് സ്ക്രോൾ ചെയ്യാനൊന്നും കഴിയില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ഒരു വീഡിയോസ് എന്നുള്ള സെക്ഷൻ എനിക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം മൗസ് മോഡ് ഓൺ ആക്കണം. മൗസ് മോഡ് ഓൺ ആക്കിയിട്ട് വീഡിയോസ് എന്നുള്ള സെക്ഷൻ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും സിനിമ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഈ ഒരു മൗസ് മോഡ് ഓഫ് ആക്കേണ്ടിയൊക്കെ വരും. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സിനിമ പ്ലേ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ പ്ലേ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇനിയിപ്പം പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ലഭിക്കും. അതുപോലെ തന്നെ ഫോർവേഡ് അടിക്കാനുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് ഇവിടെ ലഭിക്കും. അപ്പം സ്ക്രോൾ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. പ്ലേ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു കാര്യം, ആമസോൺ ഫയർ സ്റ്റിക്കിൽ നമുക്ക് ചിലപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ കഴിഞ്ഞോളണമെന്നില്ല, കാരണം പ്ലേ സ്റ്റോറിൻ്റെ സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് റെഡ്ഫ്ലിക്സ് ടി വി. ഹിന്ദിയിലും ഇംഗ്ലീഷിലും വരുന്ന സിനിമകളും സീരീസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഹിന്ദിയിലും ഇംഗ്ലീഷിലും വരുന്ന പുതിയ സിനിമകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്ട്രീം ചെയ്തിട്ട് കാണാവുന്നതാണ്. പിന്നെ മലയാളത്തിലും അതുപോലെ തന്നെ തമിഴിലും വരുന്ന സിനിമകളൊക്കെ സ്ട്രീം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതുപോലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്നില്ല. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. പിന്നെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് വെച്ചാൽ, നമുക്ക് ഫസ്റ്റ് പേജിൽ തന്നെ ഗൂഗിൾ ക്രോമിൻ്റെ ബ്രൗസർ ലഭിക്കുന്നുണ്ട്. ആ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോമിൻ്റെ ബ്രൗസർ നമ്മുടെ ഫോണിൽ എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. ആ ഫോണിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ പേരടിക്കുക, അതിൻ്റെ കൂടെ APK എന്ന് അടിക്കുക, എന്നിട്ട് സെർച്ച് ചെയ്യുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് കംപ്ലീറ്റഡ് എന്ന് വരും. എന്നിട്ട് നമുക്ക് അവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ്സ് എന്നുള്ള സെക്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിലൊരു ആപ്ലിക്കേഷൻ എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതിലും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ ആമസോൺ ഫയർ സ്റ്റിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാം, ഇതിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. ആ ഒരു വെബ് അഡ്രസ്സ് കറക്റ്റ് അതുപോലെ തന്നെ അടിച്ചു കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പ് പോയി അതിലോട്ട് കയറ്റണം. ഇനിയിപ്പോൾ അതിലോട്ട് സെൻഡ് ചെയ്താലും ചിലപ്പം ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ ഇതിൽ നമുക്ക് ഏത് ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ആമസോൺ ഫയർ സ്റ്റിക്കിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈവ് TV സ്ട്രീം ചെയ്യാൻ പറ്റിയിട്ടുള്ള 2 ആപ്ലിക്കേഷൻസ് ആണ് HD സ്ട്രീംസും അതുപോലെ തന്നെ റെഡ് ബോക്സ് TVയും. രണ്ടും നല്ല ആപ്ലിക്കേഷൻസ് ആണ്. രണ്ടിലും നമുക്ക് മലയാളം ചാനൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. HD സ്ട്രീംസിൽ ഏകദേശം 25ഓളം മലയാളം ചാനൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ HD സ്ട്രീംസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആമസോൺ ഫയർ സ്റ്റിക്കിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാം. പിന്നെ ഈ 2 ആപ്ലിക്കേഷൻസ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടൂല. നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ ജിയോ TV ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ജിയോ TVക്ക് വേറെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒപ്റ്റിമൈസേഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് TV ചാനൽസ് പ്ലേ ചെയ്യാൻ കഴിയുന്നുണ്ട്, പക്ഷേ ഫുൾ സ്ക്രീൻ ആക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്, ഇതിൽ നമുക്ക് 128 GB ഇൻറ്റേർണൽ ലഭിക്കുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ആൻഡ്രോയിഡ് TV ബോക്സുകളിൽ നമുക്ക് 16 GB ഇൻറ്റേർണലോ അല്ലെങ്കിൽ 32 GB ഇൻറ്റേർണലൊക്കെ ലഭിക്കുന്നത്. പക്ഷേ ഇതിൽ 128 GB ഇൻറ്റേർണൽ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ 110 GB ഇൻറ്റേർണൽ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇപ്പം ഞാൻ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്യൽ പുതിയ X265 എന്നുള്ള 5 ഫോർമാറ്റിലാണ്. പക്ഷേ ഈ TVയിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോർമാറ്റ് വർക്ക് ചെയ്യില്ല. പക്ഷേ ഈ ആൻഡ്രോയിഡ് TV ബോക്സിൽ ആ ഒരു ഫോർമാറ്റൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്.
പിന്നെ കമ്പനി അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് ഇതിൽ 6K റെസൊല്യൂഷനിലുള്ള വീഡിയോസ് നമുക്ക് പ്ലേ ചെയ്യാൻ കഴിയും. പിന്നെ 6K റെസൊല്യൂഷനിലുള്ള വീഡിയോസ് എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഒരു 4K റെസൊല്യൂഷനിലുള്ള വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4K റെസൊല്യൂഷനിലുള്ള വീഡിയോസ് നല്ല രീതിയിൽ തന്നെ ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഹാങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ഈ ഒരു പ്ലെയർ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ MX പ്ലെയറോ അല്ലെങ്കിൽ VLC പ്ലെയറോ ഒക്കെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആ രണ്ട് പ്ലെയേഴ്സും നല്ല രീതിയിൽ തന്നെ ഇതിൽ ഒപ്റ്റിമൈസും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എക്സ്റ്റേണൽ സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ 5.1 സ്പീക്കറാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു സ്പീക്കർ മുമ്പ് ആമസോൺ ഫയർ സ്റ്റിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതിൽ എക്സ്റ്റേണൽ പോർട്ടൊന്നുമില്ല, പക്ഷേ ബ്ലൂടൂത്ത് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തപ്പം വൈഫൈ ഒന്ന് സ്ലോ ആയി. ഫയർ സ്റ്റിക്കിൻ്റെ പ്രശ്നം കൊണ്ടൊന്നുമല്ല, രണ്ട് സിഗ്നലും കൂടി ഇൻ്റർഫിയർ ചെയ്തപ്പം വൈഫൈ ഒന്ന് സ്ലോ ആയതാണ്. പക്ഷേ ഇതിലങ്ങനെയല്ല, ഇതിൽ എക്സ്റ്റേണൽ പോർട്ടാണ്. അതുകൊണ്ട് തന്നെ വൈഫൈ സ്ലോ ആകാതെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ സ്പീക്കറിലോട്ട് ഇതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം യൂസ് ചെയ്തപ്പം വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഏത് ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ മോഡേൺ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആമസോൺ ഫയർ സ്റ്റിക്കിനേക്കാളും ബെറ്റർ ഈ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ 128 GB ഇൻറ്റേർണൽ ലഭിക്കുന്നുണ്ട്. പിന്നെ എക്സ്റ്റേണൽ സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള പോർട്ടും ലഭിക്കുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലും ആമസോണിലൊക്കെ അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഐറ്റം മതിയെന്നുണ്ടെങ്കിൽ ആമസോൺ ഫയർ സ്റ്റിക്ക് സെലക്ട് ചെയ്യാം. ഏതായാലും ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പം ആ ഒരു ലിങ്കിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കരുത്. അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7% ഓഫ് നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.